ഇപ്പൊ എന്ത് ചെയ്തു? ട്രംപ് കുറച്ചു ദിവസം മുമ്പ് ആവശ്യപ്പെട്ടു, എനിക്ക് ബഗ്രാം എയർബേസ് തിരിച്ചു വേണം, തിരിച്ചു തന്നിരിക്കണം താലിബാൻ. താലിബാൻ പറഞ്ഞു പോയി പണി നോക്കണം. ഇതിനുശേഷം ഇപ്പോൾ അറിയുന്ന വിവരം, താജിക്കിസ്ഥാനിലെ ഫർഖോർ എയർബേസിലെ ഇന്ത്യയുടെ മിലിറ്ററി യൂണിറ്റുകളെല്ലാം അഴിച്ച് പറക്കിയെടുത്തു തുടങ്ങി. ഇത് കംപ്ലീറ്റ് കൊണ്ട് സ്ഥാപിക്കാൻ പോകുന്നത് നമ്മുടെ ബഗ്രാം എയർബേസിലാണ്. ബഗ്രാം എയർബേസ് ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാൻ കൈമാറി എന്നുള്ള വാർത്തകളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇന്ത്യയിൽ നിന്നും വലിയൊരു ടെക്നിക്കൽ ടീം, ഒരു ടെക്നിക്കൽ ടീം, ആർമിയുടെയും എഞ്ചിനീയേഴ്സിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ടെക്നിക്കൽ ടീം അവിടെ പോയിരുന്നു. അവര് നിരീക്ഷണം നടത്തിയതിന്റെ ഫലമായിട്ട് ഇന്നലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ കാർഗോ ഫ്ലൈറ്റ്, എന്തൊക്കെ സാധനം കൊണ്ടാണെന്നുള്ള നിറയെ സാധനങ്ങളുമായിട്ട്, എന്നുവെച്ചാൽ അതിന്റെ അകത്ത് എത്രയോ അധികം ടാങ്കുകൾ വരെ കയറും, എല്ലാമായിട്ട് ഈ കാർഗോ ഫ്ലൈറ്റ് ഇന്നലെ അവിടെ ലാൻഡ് ചെയ്തു, ബഗ്രാം എയർബേസ് ലാൻഡ് ചെയ്തു. ബഗ്രാം എയർബേസ് ഇപ്പം ആക്ടിവിറ്റികൾ കൊണ്ട് ഫുള്ളാണ്. ഇന്ത്യൻ ആർമിയുടെ പ്രസൻസ് അവിടെയുണ്ട്. എത്ര പട്ടാളക്കാർ, 25,000 ട്രൂപ്പിനെ അവിടെ വിന്യസിക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒരു കമ്പനി ട്രൂപ്പ് കൂടുതൽ 25,000 പേരെ അവിടെ നിയമിക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇപ്പൊ 25,000 പേരിലടക്കം നമുക്ക് ഈ ഫർഹോറിലുണ്ട്. അവരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ മതി.